നമ്മളൊരാളെ വിലയിരുത്തുന്നത് ഞാൻ ജിത്തുവിൻ്റെ ഫൈനാൻഷ്യൽ കപ്പാസിറ്റിയോ അല്ലെങ്കിൽ എൻകംബ്രൻസോ അല്ലെങ്കിൽ അയാളുടെ പെരുമാറ്റത്തിൻ്റെ മധുരമോ അല്ലെങ്കിൽ അയാൾ സംസാരിക്കുന്ന രീതിയിലുള്ള സുഖം ഒന്നുമല്ലല്ലോ നോക്കുന്നത്. ഞാൻ ജിത്തുവിനെ അളക്കുന്നത് എന്താണ്? ജിത്തു ഇതിനു മുമ്പ് ചെയ്ത സിനിമകളാണ്. അത് അത്തരം സിനിമകൾ നമ്മളെ ഇമ്പ്രസ് ചെയ്യിക്കുമ്പോഴാണ് എന്നിൽ എപ്പോഴും എല്ലാവരും സ്വാർത്ഥർ തന്നെയാണ്. ഞാൻ തികഞ്ഞ സ്വാർത്ഥനായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്നിലെ അഭിനേതാവിനെ ഏറ്റവും നന്നായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ ഏത് സംവിധായകനാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ ആഗ്രഹിക്കുക. ഇപ്പോൾ ജിത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ജിത്തുവിന് സിദ്ദിഖിന് നിർബന്ധമൊന്നുമില്ല. ജിത്തുവിന് സിദ്ദിഖില്ലെങ്കിൽ വേറൊരാളുണ്ടാവും. പക്ഷെ എനിക്ക് ജിത്തു വേണം. എനിക്ക് എല്ലാ സംവിധായകരും വേണം. എനിക്ക് മലയാളത്തിലുള്ള എല്ലാ സംവിധായകരും എന്നെ പല പല രീതിയിൽ പല പല കഥാപാത്രങ്ങളാക്കി സ്ക്രീനിൽ കൊണ്ടുവരണമെന്ന് ഞാൻ മോഹിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആവശ്യമാണ്. അപ്പോൾ ജിത്തു എന്ന് പറയുന്ന സംവിധായകൻ്റെ മുൻകാല സിനിമകൾ കാണുമ്പോൾ ഞാൻ മോഹിക്കുന്നുണ്ട് ജിത്തുവിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ. പക്ഷേ ജിത്തുവിൻ്റെ മെമ്മറീസിലും മമ്മി ആൻഡ് മീലും എനിക്ക് അഭിനയിക്കാൻ എന്നെ വിളിച്ചിട്ട് പോലും എനിക്ക് പോകാൻ പറ്റാതെ ആയപ്പോതിൻ്റെ നഷ്ടബോധം എനിക്കുണ്ട്. ജിത്തുവിൻ്റെ മെമ്മറീസ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാതെ ഞാൻ പോയിട്ട് അഭിനയിച്ച മറ്റൊരു സിനിമ എനിക്ക് വലിയ ദുഃഖമുണ്ടാക്കിയതാണ്. ഞാൻ അതിനകത്ത് പോകണ്ടായിരുന്നു. എൻ്റെ ഒരു സെലക്ഷൻ മാറിപ്പോയി എന്നാണ് എനിക്ക്. ഞാൻ ആ വിഷമം ജിത്തുവിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എന്നെ വിളിക്കുമ്പോൾ എപ്പോഴും ഞാൻ ആഗ്രഹിക്കാം. ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറയാറുണ്ട്. പല സഹപ്രവർത്തകരും എൻ്റെ അടുത്ത് നമ്മൾ ദുഃഖം പങ്കുവെക്കുമല്ലോ. എപ്പോഴും സന്തോഷം പങ്കുവെക്കുന്നതിനേക്കാളും രസമുണ്ടാകും ദുഃഖം പങ്കുവെക്കാൻ. പല സഹപ്രവർത്തകരും പറയും എന്നെ ആ സംവിധാനം വിളിക്കുന്നില്ല, എന്നെ മറ്റേ വിളിക്കാറില്ല. അതെന്ന് വെച്ചാൽ ഞാൻ അയാളെ ഇന്നൊരു സ്ഥലത്ത് വെച്ച് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ മൈൻഡ് ചെയ്തില്ല, അതുകൊണ്ടാണ് അയാൾ എന്നെ വിളിക്കാത്തത്. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറയാറുണ്ട്, നമ്മളൊരു സ്ഥലത്ത് വെച്ച് കണ്ട് നന്നായിട്ട് പെരുമാറിയതിൻ്റെ പേരിൽ നമുക്കൊരു റോള് കിട്ടരുത് ഒരിക്കലും. അല്ലെങ്കിൽ സിദ്ദിഖിന് ഇപ്പോൾ കുറച്ച് സിനിമകളൊക്കെ കുറവാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്, അയാൾക്കൊരു റോള് കൊടുത്തേക്കാം എന്ന് കരുതി ഒരു റോള് കിട്ടുന്നതും എനിക്ക് വളരെ വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ്. എന്നെ ഒരു റോളിൽ അഭിനയിക്കാൻ വിളിക്കുന്നത് ഈ കഥാപാത്രം സിദ്ദിഖ് അവതരിപ്പിച്ചാൽ നന്നാവും എന്ന് തോന്നി വിളിച്ചാൽ ഓക്കെ. ഈ കഥാപാത്രം സിദ്ദിഖ് അവതരിപ്പിച്ചാൽ മാത്രമേ നന്നാവൂ എന്ന് തോന്നിയിട്ടൊരു ഡയറക്ടർ വിളിക്കണം. അങ്ങനെ വിളിപ്പിക്കാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. ഞാൻ മറ്റ് സിനിമകൾ ഞാൻ ജിത്തുവിൻ്റെ മുൻ പടങ്ങൾ കണ്ടിട്ട് ജിത്തുവിൽ ഇമ്പ്രസ്ഡ് ആവുന്ന പോലെ തന്നെ ജിത്തുവും എൻ്റെ മുൻ പടങ്ങൾ കണ്ടിട്ട് എന്നിലൊരു വിശ്വാസം വരണം, അത് സിദ്ദിഖേട്ടൻ ചെയ്താലേ ശരിയാവൂ എന്ന് തോന്നുന്ന രീതിയിൽ ഒരു നടൻ വളർന്ന് നമുക്കൊരു റോള് കിട്ടുമ്പോഴാണ് നമുക്കൊരു ആത്മവിശ്വാസവും ഒരു ആത്മാഭിമാനം ഉണ്ടാകുന്നത്. ലാലിൻ്റെ കൂടെ ലാലിൻ്റെ വില്ലനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, സഹപ്രവർത്തകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കൂട്ടുകാരനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന, ഞാൻ പറയാതെ തന്നെ എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്ന കാര്യമാണ്, മോഹൻലാൽ മഹാനടൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നടൻ തന്നെയാണ്. ലാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ലാൽ ടൺ കണക്കിന് ഭാരമുള്ള ഒരു കല്ല് ഒരു വിരലുകൊണ്ട് എടുക്കുന്ന പോലെയാണ് ലാൽ ഓരോ സീനുകളും അഭിനയിക്കുന്നത്. ഇതൊക്കെ എനിക്ക് വളരെ നിസ്സാരമാണ്. അതുകൊണ്ടാണ് ഈ 3 or 4 നാഷണൽ അവാർഡ് കിട്ടിയിട്ടും ഇപ്പോഴും ആ മനുഷ്യന് ഒരു സ്റ്റേറ്റ് അവാർഡ് പോലും കിട്ടാത്ത ആളുടെ പോലെ നടക്കുന്നത്. അതൊന്നും ലാലിനെ സംബന്ധിച്ചിടത്തോളം ലാലിൻ്റെ തലയിൽ ഇത് വലിയ ഭാരമായിട്ട് അദ്ദേഹത്തിന് തോന്നാറില്ല. അദ്ദേഹത്തിന് അറിയാം അതിനേക്കാളൊക്കെ വലുത് വന്നാലും താങ്ങാനുള്ള കെൽപ്പുള്ള ഒരാളാണ്. അപ്പോൾ അത്രയും വലിയ ആക്ടറാണ്. അപ്പോൾ ആ ആളുടെ കൂടെ നിന്ന് അഭിനയിക്കുമ്പോൾ നമ്മൾ ആദ്യമേ മനസ്സിൽ വിചാരിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത്, എന്തായാലും ആ സീൻ മോഹൻലാൽ മോശമാക്കാൻ പോകുന്നില്ല. മോഹൻലാലിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ കുഴപ്പം കൊണ്ട് ആ സീൻ മോശമാവില്ല. പിന്നെ മോശമാവാൻ സാധ്യത എൻ്റെ പെർഫോമൻസിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും. അത് പാടില്ല. ഈ സീൻ എൻ്റെ ഒരു പെർഫോമൻസ് കൊണ്ട് കുഴപ്പമാകരുത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനുള്ള ശ്രമം നടത്തും എന്നുള്ളത് ശരിയാണ്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കുറ്റബോധത്തോടു കൂടിയിട്ടാണ് ഇയാൾ മോഹൻലാലിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. തകർന്ന മനുഷ്യനായിട്ടാണ് ഇയാൾ മോഹൻലാലിൻ്റെ അടുത്ത് വരുന്നത്. അവിടെ മറ്റൊരു അതിശയം എന്ന് പറയുന്നത്, അതേ ഭാവത്തിലാണ് മോഹൻലാൽ നിൽക്കുന്നത്. മോഹൻലാലും എൻ്റെ മുമ്പിൽ തകർന്ന ഒരാളെ പോലെയാണ് വരുന്നത്. അപ്പോൾ അത്തരം രംഗങ്ങൾ ഞാൻ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല ഇതിനു മുമ്പ്. പഴയ സിദ്ദിഖ് പോയില്ലേ, പുതിയ സിദ്ദിഖിനെ കാണാൻ പറ്റട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കാറുള്ളത്. എപ്പോഴും അങ്ങനെയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത സിദ്ദിഖിനെ. അല്ലാതെ ഞങ്ങൾക്കിപ്പോഴും പഴയ ഹരിഹർ നഗറിലെ സിദ്ദിഖിനെ തന്നെ എനിക്കൊരിക്കലും അങ്ങനത്തെ മോഹമില്ല. അത് അന്ന് ഹരിഹർ നഗറിൽ എൻ്റെ ആ പ്രായത്തിൽ അന്ന് അങ്ങനെ ചെയ്തു. ഹരിഹർ നഗർ ചെയ്യുന്നത് 18 കൊല്ലത്തിന് ശേഷമാണ്. അപ്പോൾ വേറെ രീതിയിലാണ് ഞാനത് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതൊരു പുതിയ സിദ്ദിഖാണ്, ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സിദ്ദിഖിനെ കണ്ടിട്ടില്ല എന്ന് ആളുകൾ പറയണമെന്നാണ് എൻ്റെ മോഹം. അല്ലാതെ പഴയ മലപ്പുറം ഹാജിയുള്ള ചിലർ പറയാറുണ്ട്, ആ ഛോട്ടാ മുംബൈയിലൊക്കെ ചെയ്ത പോലുള്ള റോളുകൾ ചെയ്യണം, അങ്ങനെ ചെയ്യണം കാണാനാണ് എനിക്ക് അങ്ങനെയല്ല ആഗ്രഹം. അത് അന്ന് ചെയ്തു, അത് കഴിഞ്ഞു. ഇനി കണ്ടിട്ടില്ലാത്തത്, കാണാത്തത്, ഞങ്ങൾ ഇതേവരെ കണ്ടിട്ടില്ലാത്ത ഒരു സിദ്ദിഖിനെ കാണാൻ സാധിച്ചു എന്ന് പറയണമെന്നാണ്, എന്നെപ്പറ്റി അങ്ങനെ പറയണമെന്നാണ് ഞാൻ മോഹിക്കാറുള്ളത്. അല്ലാതെ പഴയ ചെയ്തു പോയ കാര്യങ്ങൾ വരരുതെന്നും. ഇനി ഇപ്പോൾ റീസെൻ്റ്ലി ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത സ്വപാനം
എന്ന് പറയുന്ന ഒരു സിനിമയുടെ സ്ക്രീനിങ് ഉണ്ടായിരുന്നു ദുബായ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ. അപ്പോൾ ജയറാമും പാർവതി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് സിനിമ കണ്ടത്. സിനിമ കഴിഞ്ഞിറങ്ങിയിട്ട് പാർവതി എന്നെ അടുത്ത് പറഞ്ഞതാണ്, ഈ സിനിമയിൽ സിദ്ദിഖില്ല കേട്ടോ, സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തിയെ കാണാൻ പറ്റുന്നില്ല. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അപ്രീസിയേഷനിലൊന്നാണത്. എനിക്ക് അങ്ങനെ ആളുകൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. അയ്യോ അത് സിദ്ദിഖായിരുന്നു, അപ്പോൾ ശബ്ദം മാറ്റിയാണോ ചെയ്തിരിക്കുന്നത്? ഞാൻ അതിനുവേണ്ടി അതൊക്കെ നോക്കും, വേറെ ശബ്ദത്തിൽ ചെയ്യാൻ നോക്കും, വേറെ രൂപം കൊണ്ടുവരാനൊക്കെ നോക്കുന്നത്, അത്തരം ശ്രമങ്ങൾ ചെയ്യുന്നത് അതിനാണ്. ഈ സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തിയെ മാറ്റി ഒരാളെ പോലെ വേറൊരാളായ ഒരു കഥാപാത്രമായി സീനിൽ വരണം എന്നാണ് എപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഒരിക്കലും പഴയ സിദ്ദിഖിനി വേണ്ട എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ പല രീതിയിലുള്ള വ്യക്തികളെ കാണാറില്ലേ? ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് തോന്നൂലേ ഇങ്ങനെ ആവണം, എന്തൊരു നല്ല പെരുമാറ്റമാണ് അയാളുടെ, ഇങ്ങനെ വേണം നമ്മളും. അല്ലെങ്കിൽ നമ്മൾ മക്കളോട് പറയും ആ കുട്ടി പെരുമാറുന്നതാണ്ടോ, അല്ലെങ്കിൽ അയാൾ സംസാരിക്കുന്ന രീതിയുണ്ടോ, അങ്ങനെ വേണം എന്ന് പറയും. ചിലരെ കാണുമ്പോൾ തിരിച്ചും തോന്നും നമുക്ക്, അയ്യോ ഒരിക്കലും ഇങ്ങനെ ആവരുത്, ഇതുപോലെയല്ല ഒരാളോട് പെരുമാറേണ്ടത്. നമുക്ക് പഠിക്കാൻ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇതിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ള ഓപ്ഷൻ നമുക്കാണ് അല്ലേ? ഇപ്പോൾ എല്ലാവരും ഉദാഹരണമായിട്ട് പറയുന്നൊരു കാര്യമാണ്, ദശമൂലാരിഷ്ടം ശരീരത്തിന് വളരെ നല്ലതാണ്. പക്ഷെ അതല്ലല്ലോ ആളുകൾ കൂടുതൽ കുടിക്കുന്നത്. എന്നിട്ട് കൂടുതൽ ആളുകൾ കുടിക്കുന്നൊരു സാധനമാണ് ഏറ്റവും നല്ലതെന്നുള്ള അർത്ഥമില്ല. ഓപ്ഷൻ നമ്മുടേതാണ്. ഞാൻ എന്ത് കുടിക്കണം, ഞാൻ എന്ത് കഴിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് സിനിമ കാണണം, ഏത് രീതിയിലുള്ള പുസ്തകങ്ങൾ വായിക്കണം, ഇതൊക്കെ എനിക്ക് തീരുമാനിക്കാം. എന്ന് പറഞ്ഞ പോലെ ഞാൻ പ്രേക്ഷകനായിട്ടാണ് പറയുന്നത്. ഞാനും സിനിമയിൽ അഭിനയിക്കുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ അഭിനയിക്കുന്ന സിനിമകൾ ഒരു കൊല്ലം 5-10 ആയിരിക്കും. ഞാൻ കാണുന്ന സിനിമകൾ വളരെ കൂടുതലാണ്. മിക്കവാറും മലയാളത്തിൽ ഇറങ്ങുന്ന 90% സിനിമകൾ ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട്, കാണാറുമുണ്ട്. അപ്പോൾ പ്രേക്ഷകനാണ് ഞാൻ, കൂടുതൽ പ്രേക്ഷകനാണ് നടൻ എന്നതിനേക്കാൾ ഉപരി. അപ്പോൾ അതെൻ്റെ ഓപ്ഷനാണ്. എനിക്ക് ഏത് സിനിമകൾ കാണാം, പ്രേക്ഷകന് വേണ്ടി തുറന്നിട്ടിരിക്കുന്നതാണ്. അത് അവർ ഓപ്റ്റ് ചെയ്യട്ടെ. ഒരു നടൻ എന്ന നിലയ്ക്ക് നമ്മൾ ഏത് തരം സിനിമകളിലും അഭിനയിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇനി എന്ത് ന്യൂ ജനറേഷൻ സിനിമയാണെങ്കിലും എന്ത് അത്തരം സിനിമകളിലാണെങ്കിലും ഒരു ഫാമിലിക്ക് വന്നിരുന്ന് കേൾക്കാൻ കൊള്ളാത്ത ഒരു സംഭാഷണം എൻ്റെ നാവിൽ നിന്ന് വീണിട്ടില്ല. ഞാനത് ചെയ്യില്ല, ഞാനങ്ങനെ പറയില്ല. അത്തരം സിനിമയുടെ ഒരു ഭാഗമാകേണ്ടി വന്നാൽ പോലും ഞാൻ ആ സമയത്ത് എൻ്റെ വായിൽ നിന്ന് അങ്ങനെ വരാതെ ഞാൻ നോക്കും. അത്തരം സിനിമകൾ വരാം, അത്തരം സിനിമകൾ കാണണമെന്ന് തീരുമാനിക്കാം, അല്ലെങ്കിൽ അത്തരം സിനിമകൾ എടുക്കണമെന്ന് തീരുമാനിക്കാം, അത്തരം സിനിമകൾ അഭിനയിക്കണമെന്ന് തീരുമാനിക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പല സിനിമകളിലും അത്തരം സന്ദർഭങ്ങൾ ഉണ്ടായപ്പോൾ പോലും ഞാനത് ആ ഒരു സഭ്യതയുടെ ഒരു അതിർവരമ്പ് വിട്ടിട്ട് ഞാൻ പെർഫോം ചെയ്തിട്ടില്ല. ചില അഭിനേതാക്കൾ പെട്ടെന്ന് വളർന്നു വന്ന് ഒരു തരംഗം സൃഷ്ടിച്ചിട്ട് ഒരു കൊല്ലം കഴിയുമ്പോൾ പോകാറില്ലേ? അത് അവരുടെ ആ ജോലിയിൽ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ ചില സിനിമകളിൽ അത് പ്രത്യേകിച്ച് കൂടുതൽ ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന നടന്മാർക്ക് എപ്പോഴും അങ്ങനെ വരാറുണ്ട്. ഒരു തരം കോമാളിത്തരം കാണിച്ച് കുറച്ച് കാലം ഒന്ന് നിൽക്കും, പിന്നെ അങ്ങ് പോകും. അതേസമയത്ത് ജഗദീഷ് ശ്രീകുമാറിനെ പോലുള്ള നടന്മാരുടെ അഭിനയത്തിലെ ക്വാളിറ്റി കൊണ്ട് എത്രയോ കാലം നിന്നു അല്ലേ? ഒരു ദുരന്തം തളർത്തേണ്ടി വന്നു അദ്ദേഹത്തെ മലയാള സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ. അല്ലാതെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ മികവില്ലായ്മ കൊണ്ടോ അദ്ദേഹത്തിനെ മടുത്തിട്ടോ ആൾക്ക് മാറ്റി. ഇന്നും എന്നെ കാണുമ്പോൾ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്, എനിക്ക് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം തോന്നും, ജയതിച്ചേട്ടൻ തിരിച്ചു വരുമോ എന്ന് ആളുകൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ മികവ് കൊണ്ടാണ്. അതാവണം, സിനിമയും അതാവണം, നടന്മാരും അതാവണം, തിരക്കഥാകൃത്തും അതാവണം, സംവിധായകനും അതാവണം. നമ്മുടെ ക്വാളിറ്റി, നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ട് നമ്മൾ അറിയപ്പെടണം. അല്ലാതെ ഉണ്ടാകുന്നൊരു കോലാഹലം കൊണ്ട് കുറേ കാലം എല്ലാവരും വളരെ സാത്വികമായ രീതിയിൽ സിനിമ എടുത്തുകൊണ്ട് പോയാൽ ഒരു തെറി പറയുന്ന സിനിമ എന്നാൽ ചിലപ്പോൾ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവുമായിരിക്കും. ഒരു തിയേറ്ററാണ്, ഒരു തിയേറ്ററിനകത്തൊരു മാസിനെ ഇളക്കാനായിട്ട് ചിലപ്പോൾ ഒരു സഭ്യതയില്ലാത്ത സംഭാഷണത്തിന് കഴിയുമായിരിക്കും, പക്ഷേ അതിന് നിലനിൽപ്പുണ്ടാവില്ല. എപ്പോഴും ക്വാളിറ്റിയുള്ള കാര്യങ്ങൾക്ക് തന്നെയാണ് നിലനിൽപ്പുണ്ടാവുള്ളൂ. ഞാനൊരിക്കൽ MT സാറിനെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദുഃഖങ്ങളെപ്പറ്റി പറയുന്നുണ്ട്, വേദനകളെപ്പറ്റി പറയുന്നുണ്ട്. ഈ വേദനകൾ സാറിൻ്റെ മനസ്സിലുണ്ടാക്കിയ കഥകൾ സാർ എഴുതിയിട്ടുണ്ട്, ആ കഥകൾ ഞങ്ങൾ വായിച്ചിട്ട് ഞങ്ങളും വേദനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേദനകൾ മാത്രമാണോ ഓർത്തു വെക്കുകയുള്ളൂ? ഇത്തരം വേദനകൾ ഉണ്ടാകുമ്പോൾ മാത്രമേ കഥകൾ ഉണ്ടാവുള്ളൂ? സാറിന് സന്തോഷമുള്ള എത്രയോ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാകും. അതിഭയങ്കരമായിട്ട് സാറിൻ്റെ മനസ്സിനെ സന്തോഷിപ്പിച്ച കാര്യങ്ങളിൽ നിന്നും സാറിനൊരു കഥ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലേ എന്ന് ചോദിച്ചു. MT സാറ് 2 സെക്കൻഡ് ആലോചിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കങ്ങനെ ഓർമ്മ വരുന്നില്ല. എന്നെ മനസ്സിനെ വേദനിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇന്നും ഓർക്കുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായ കാര്യം എന്ന് പറയാൻ ജ്ഞാനപീഠം കിട്ടിയ സമയത്ത് എനിക്ക് ജ്ഞാനപീഠം കിട്ടി. അത് ആ വാർത്ത കേൾക്കുന്ന സമയത്തുണ്ടാകുന്ന ആ സന്തോഷത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി പിറ്റേ ദിവസം ഇല്ല, ഒരു മാസം കഴിയുമ്പോൾ അത്ര പോലും ഇല്ല. പിന്നീട് ഞാനത് എപ്പോഴും മറക്കുന്നിരുന്നു. കിട്ടിയ ഒരു അംഗീകാരമായിട്ട് അത് ഞാനങ്ങ് ഓർക്കുന്നു എന്നല്ലാതെ 4-ാമത്തെ വയസ്സിൽ എൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ച ഒരു വേദന ഇന്നും അതേ അളവിൽ എൻ്റെ മനസ്സിലുണ്ട്.
വേദനകൾ മുറിവാണ്, വേദനകൾ ഉണ്ടാക്കുന്നത് മുറിവാണ്, അത് ഒരുപാട് കാലം മനസ്സിൽ നിൽക്കും. എന്നതുപോലെ നമ്മുടെ മനസ്സിൽ ഏൽക്കുന്ന സിനിമകളായിരിക്കണം, മനസ്സിനെ മുറിവേൽപ്പിച്ച് തന്നെ സിനിമകളുണ്ടാവണം. നമ്മുടെ ആ നൊമ്പരപ്പെടുത്തിയാലും ആ സിനിമകൾ ഓർത്ത് വെക്കുന്നതുകൊണ്ടാണ്. മറ്റേത് പെട്ടെന്നുണ്ടാകുന്നൊരു സന്തോഷമാണ്, അപ്പം തോന്നുന്ന ഒരു കോലാഹലം ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ.